നമസ്കാരം. 9 പാകിസ്ഥാൻ സൈനികരെ വധിച്ച ബലൂജ് ലിബറേഷൻ ആർമി ബലൂചിസ്ഥാനിലെ കൊറ്റയിലാണ് ഏറ്റവും നിർണായകമായ ആക്രമണം ഉണ്ടായത്. പാകിസ്ഥാന്റെ സൈനിക വ്യൂഹത്തിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു ബലൂജ് പോരാളികൾ. സ്നൈപ്പറുകളും അതുപോലെ ഗ്രനേഡുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ്. 1 മണിക്കൂറോളം നേരം ആക്രമണം തുടർന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ബലൂജ് മേഖലയിൽ കഴിഞ്ഞ കുറെ നാളുകളായി പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ ബലൂജ് ലിബറേഷൻ ആർമി നിരന്തരമായി ആക്രമണം തുടരുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ആക്രമണമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായത്. പാകിസ്ഥാൻ സ്പെഷ്യൽ ഫോഴ്സിലെ 2 കമാൻഡോകളടക്കം 9 സൈനികരാണ് ബലൂജ് ആർമിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പാകിസ്ഥാൻ തകർന്നടിയുകയാണ്. പാകിസ്ഥാൻ ഓരോ നിമിഷവും ഓരോ ദിവസവും നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. ഒരു ഭാഗത്ത് താലിബാൻ സേനയുടെ ആക്രമണം, മറുഭാഗത്ത് ബലൂജ് പോരാളികളുടെ ആക്രമണം. ബലൂജ് മേഖലയിൽ ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സേനയെ തറ തൊടാൻ അനുവദിക്കുന്നില്ല. ഖൈബർ പഷ്തൂങ്ക മേഖലയിൽ അഫ്ഗാൻ അതിർത്തി പ്രദേശങ്ങളിൽ താലിബാൻ സേന പാക് സൈന്യത്തെ തുരത്തി ഓടിക്കുന്നു. ഒടുവിൽ ആഭ്യന്തര സംഘർഷം കൊണ്ട് പാകിസ്ഥാൻ തകർന്നടിയുകയാണ്. അതിനിടയിൽ മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി വരുന്നു. സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി മരവിപ്പിച്ച സാഹചര്യത്തിൽ പാകിസ്ഥാനിലെ 80% പ്രദേശങ്ങളും വരൾച്ചയുടെ വക്കിലാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര പഠന കേന്ദ്രങ്ങൾ തന്നെ, പഠന ഏജൻസികൾ തന്നെ പുറത്തുവിടുന്നത്. സിന്ധു നദിയിലൂടെയുള്ള ജലമൊഴുക്കിനെ താൽക്കാലികമായി ഇന്ത്യ പല ഘട്ടങ്ങളിലായി തടയുന്നുണ്ട്. അത് വീണ്ടും തുടരുകയാണെങ്കിൽ പാകിസ്ഥാൻ അധികം വൈകാതെ പാകിസ്ഥാൻ വറ്റി വരണ്ട് പാകിസ്ഥാനിൽ കൊടും പട്ടിണിയും ദാരിദ്ര്യവുമായി മാറും. എല്ലാ കൃഷികളും നശിക്കുമെന്നുള്ള പഠന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നേരത്തെ ചെനാബ് നദി വഴിയുള്ള ജലവിതരണം ഇന്ത്യ നിർത്തിവച്ചിരുന്നു. പിന്നീട് ഇന്ത്യ കൂടുതൽ ജലവിതരണം അതുവഴി നടത്തി. അത് വലിയ വെള്ളപ്പൊക്കമാണ് പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട പല മേഖലകളിലും ഉണ്ടാക്കിയത്, പ്രത്യേകിച്ച് പഞ്ചാബ്, സിന്ധ് മേഖലകളിലൊക്കെ. അതിന് പിന്നാലെയാണ് സിന്ധു നദീ തരത്തിലൂടെയുള്ള ജലവിതരണത്തിന് തടസ്സം സൃഷ്ടിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഒരു തിരിച്ചടി എന്നോണം സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറുകയും ചെയ്തു. എന്തായാലും പഞ്ചാബ്, സിന്ധ് മേഖലകളിലെ സമതല പ്രദേശങ്ങൾ കടുത്ത വരൾച്ചയുടെ വക്കിലാണ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഇന്ത്യ ഇനിയും സിന്ധു നദീജല കരാർ നിർത്തിവെക്കുകയാണെങ്കിൽ പാകിസ്ഥാനിൽ കൊടും പട്ടിണിയാകും. പാകിസ്ഥാന്റെ എല്ലാ കൃഷിയിടങ്ങളും നശിക്കും. പാകിസ്ഥാൻ അതിദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.